കേന്ദ്രത്തിനെതിരെ സമരം പ്രഖ്യാപിച്ച LDF ജനുവരി 12-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന പ്രതിഷേധ സമരത്തിൽ മുഖ്യമന്ത്രി, മന്ത്രിമാരും MLA-മാരും പങ്കെടുക്കും. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത്, തൊഴിലുറപ്പ് പദ്ധതിയിലെ മാറ്റം, ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകാത്തത് എന്നിവ ഉൾപ്പെടെ ഉയർത്തിയാണ് സമരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരള യാത്ര നടത്താനും LDF യോഗം തീരുമാനിച്ചു. വിജിൻ വായാന്തോട് ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. വിജിൻ, കാലങ്ങളായി നമ്മൾ കേൾക്കുന്നതാണ് കേരളത്തെ പല രീതിയിൽ കേന്ദ്രം സമ്മർദ്ദത്തിലാക്കുന്നത്. ഇപ്പോൾ ഏതൊക്കെ വിഷയങ്ങൾ ഉയർത്തി സമരം നടത്താനാണ് തീരുമാനം? എന്തൊക്കെയാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായത്? ജീന, സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കടുത്ത സാമ്പത്തിക ഉപരോധം തന്നെയാണ് സംസ്ഥാന സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും അവസാനം ഈ വർഷം കടമെടുക്കേണ്ട 6,000 കോടി രൂപയോളമാണ്. നിലവിൽ അത് നൽകാൻ കഴിയില്ല എന്നുള്ള കാര്യം ധനമന്ത്രി KN ബാലഗോപാലിനെ നിർമ്മലാ സീതാരാമൻ തന്നെ അറിയിച്ചത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഉൾപ്പെടെ ആ തുക നൽകാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നേരത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും ഒക്കെ ചേർന്ന് ഡൽഹിയിൽ നടത്തിയതിന് സമാനമായ രീതിയിൽ ഉള്ള സമരം അത് കേരളത്തിൽ തന്നെ നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ ജനങ്ങളെ ഇക്കാര്യം ബോധ്യപ്പെടുത്തുക എന്നുള്ള തീരുമാനത്തിലേക്കാണ് ഇടതുമുന്നണി ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും 12-ാം തീയതി ജനുവരി 12-ന് തിരുവനന്തപുരത്തായിരിക്കും ആദ്യഘട്ട സമരം നടക്കുക. അതിനുശേഷം തുടർ സമരങ്ങൾ നടത്താനും നിലവിൽ തീരുമാനം എടുത്തിട്ടുണ്ട്. ജില്ലാ കേന്ദ്രങ്ങളിലും ഏരിയ കേന്ദ്രങ്ങളിലും ഉൾപ്പെടെ അടിത്തട്ടിൽ കൂടി ജനങ്ങളെ ഇക്കാര്യം അറിയിക്കുക, ബോധവൽക്കരിക്കുക എന്നുള്ള നിലയിൽ ഉള്ള സമര പരിപാടിക്കാണ് LDF യോഗം എന്തായാലും ഇന്ന് തീരുമാനമെടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികൾ എന്തൊക്കെയാണ് എന്ന കാര്യം ഉൾപ്പെടെ അടുത്ത ആഴ്ച ചേരുന്ന LDF യോഗം, ജനുവരി ആദ്യവാരം ചേരുന്ന LDF യോഗത്തിലായിരിക്കും തീരുമാനമെടുക്കുക. എന്തായാലും നിലവിൽ ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ അത് മാറ്റം വരുത്തുകയും ആ മാറ്റം സംസ്ഥാന സർക്കാരിന് മേൽ കൂടുതൽ ബാധ്യതകൾ അടിച്ചേൽപ്പിക്കുകയും ഒപ്പം തന്നെ സാമ്പത്തിക അവസാനം കടമെടുക്കാനുള്ള അനുവാദം അത് നൽകാതിരിക്കുകയും ക്ഷേമ പദ്ധതികളുടെ വിഹിതം നൽകാതിരിക്കുകയും ചെയ്യുക എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ നിലവിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ രൂക്ഷമായി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം നടപടികളിൽ നിന്ന് പിന്മാറണം. ഒപ്പം തന്നെ സംസ്ഥാനത്ത് ലഭിക്കേണ്ട തുക എത്രയും പെട്ടെന്ന് അനുവദിക്കുക, കൂടുതൽ കടമെടുക്കാനുള്ള പരിധി ഉയർത്തുക, നിലവിൽ കടമെടുക്കാൻ ഉള്ള പരിധി വെട്ടിക്കുറച്ചത് തിരികെ നൽകുക എന്നീ ആവശ്യങ്ങളൊക്കെയാണ് സംസ്ഥാനം നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ കാര്യത്തിൽ ഒരു തീരുമാനവും ഇതുവരെയും കേന്ദ്രം എടുത്തിട്ടില്ല. പലതവണ ധനമന്ത്രി തന്നെ നേരിട്ട് കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചന നടത്തുകയും ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചർച്ചകളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിലും ഒരു തരത്തിലുള്ള മാറ്റത്തിനും തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ നേരിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒപ്പം തന്നെ MLA-മാരും മറ്റ് ജനപ്രതിനിധികളും ഒക്കെ ചേർന്നുള്ള ഒരു സമരപരിപാടിയിലേക്ക് വീണ്ടും കടക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് അതിനായി ചേർന്ന അടിയന്തര LDF യോഗത്തിലാണ് എന്തായാലും തീരുമാനമെടുത്തത്. നേരത്തെ ഇന്നലെ ചേർന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇങ്ങനെ ഒരു നിലപാട് കേന്ദ്രം അറിയിച്ചതായി ധനമന്ത്രി തന്നെ വ്യക്തമാക്കിയത്. അങ്ങനെ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് പോകാം എന്നുള്ള തീരുമാനം. അത് LDF ഇന്ന് ചേർന്ന് അംഗീകരിക്കുകയായിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനുള്ള തീരുമാനത്തിലേക്കും LDF എത്തിയിട്ടുണ്ട്. അടുത്ത മുന്നണി യോഗം ചേർന്നതിന് ശേഷം കേരള യാത്ര നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനങ്ങൾ, ഏതൊക്കെ തീയതികളിൽ കേരള യാത്ര നടത്തണം, ഒപ്പം തന്നെ ആരൊക്കെ യാത്ര നയിക്കണം എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കാനാണ് നിലവിൽ ഇന്ന് LDF യോഗം തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ ഏത് തരത്തിലൊക്കെ പ്രാപ്തമാകണം എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ കൂടി അടുത്ത LDF യോഗത്തിൽ ഉയർന്നു വരും. അങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ സംസ്ഥാന സർക്കാർ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി അത് ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തുന്ന സമരത്തിലേക്കാണ് നിലവിൽ ഇടതുമുന്നണി കടക്കാൻ പോകുന്നത്. ജീന, ശരി. സാമ്പത്തികമായി ഞെരുക്കുന്ന കാര്യം അടക്കം കേന്ദ്രത്തിനെതിരെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധിക്കാനാണ് LDF-ന്റെ തീരുമാനം. ജനുവരി 12-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന പ്രതിഷേധ സമരത്തിൽ മുഖ്യമന്ത്രി, മന്ത്രിമാരും MLA-മാരും പങ്കെടുക്കും. സമഗ്രമായ വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും വിജിൻ വായാന്തോട് നൽകിയത്.